നേരത്തെ എണീക്കാന്നുള്ള പ്രതീക്ഷയിൽ രാത്രി കിടന്നെങ്കിലും രാവിലെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് പള്ളി ഇല്ലാത്തതുകൊണ്ട് ആ കാര്യത്തിൽ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 9 മണിക്ക് തന്നെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് തകൃതിയായിട്ടുള്ള പണിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള അരി കുക്കറിലാണ് ഇട്ടത്. കലത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അരി എവിടെ എത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിലേക്ക് അരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കടുംചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്കെന്തോ ഒരു കൈവറയാണ് രാവിലെ തന്നെ കടുംചായ ഇട്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ അരിപ്പൊടി ഇല്ലയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അരിപ്പൊടി ഇന്നലെ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. നമുക്ക് നല്ല തിരക്ക് പിടിച്ച ദിവസമാണെങ്കിലും മക്കളെ അങ്ങനെ വെറുതെ പറഞ്ഞു വിടണ്ടല്ലോ. അപ്പോൾ അതിന് കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടി ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഒന്ന് ചിരണ്ടി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കാര്യം അവിടെ അങ്ങനെ തീർന്നോളൂല്ലോ. അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പത്തിരിയുടെ വെള്ളവും തിളച്ചിട്ടുണ്ട്. കുക്കറിൽ അരിക്ക് വിസിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെക്കും കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തൊന്ന് ഇളക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടുമെന്ന് എവിടെയൊക്കെയോ കേട്ടിട്ടുള്ളതല്ല, എനിക്ക് നല്ല അനുഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടി കുഴയ്ക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കൊമളിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട്. എനിക്ക് ആദ്യം ഇതിൻ്റെ ഉണ്ടയിടുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമായിരുന്നു. മക്കൾ എണീക്കാത്തതുകൊണ്ട് തന്നെ ഇതിൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതിൽ ഓരോ ഉണ്ട സഹിതം കൊണ്ട് കഴിച്ചിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാനുള്ള പൊടി ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം അങ്ങനെ പത്തിരി ചുടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ച് കിടക്കുന്ന ദിവസങ്ങളിൽ ഒരിക്കലും നേരത്തെ എണീക്കാൻ പറ്റാറില്ല. എങ്ങനെയെന്ന് ഇത്രയും ഉറങ്ങിപ്പോയെന്ന് എനിക്കറിയില്ല കേട്ടോ. രാവിലെ ഞാൻ വെറുതെ ജനലിലേക്ക് നോക്കിയപ്പോൾ നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് നോക്കിയപ്പോഴാണ് സമയം 7:30 ഓർക്കണം കേട്ടോ. എന്നാലും എണീറ്റ് പോകണ്ടെന്നുള്ളൊരു മനസ്സായിരുന്നു. എന്തോ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് മരുന്ന് കുടിച്ച് കിടന്നുകൊണ്ടായിരിക്കാം ഭയങ്കര ഉറക്കക്ഷീണമാണ്. അങ്ങനെ നമ്മൾ വാട്ടി കുഴച്ചെടുത്തിട്ടുള്ള പത്തിരി അങ്ങനെ ചുട്ട് വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോസസ്സാണല്ലേ രാവിലെ നടക്കുന്നത്. അതെടുത്ത് വാട്ടണം, അത് കഴിഞ്ഞ് കുഴയ്ക്കണം, അത് കഴിഞ്ഞ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് പരത്തണം, അത് കഴിഞ്ഞ് ചുട്ടെടുക്കണം. ഭയങ്കര വലിയ പ്രോസസ്സാണെങ്കിലും സംഭവം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ മുട്ടക്കറിയാണ് കേട്ടോ. എപ്പോഴും തന്നെ ഞാൻ പത്തിരി ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ മുട്ടക്കറിയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്നൂസ് പോവാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ സെറ്റി കിടന്നുറങ്ങാറുണ്ട് പതിവ്. അപ്പോൾ അവൾ യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ബാലൻസ് വന്ന തുണിയും കൂടെ ഞാനൊന്ന് മെഷീനിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, വോൾട്ടേജ് നമ്മളെ ഭയങ്കരമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം അങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് ഞാൻ പണ്ടെപ്പോഴോ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ചെടിയിൽ വെള്ളം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഊറ്റി കൊടുക്കുന്നുണ്ട്. അവർക്ക് മാത്രം പോരല്ലോ, നമുക്ക് എനർജി വേണമല്ലോ. അപ്പോൾ ഇക്കാനെ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും അതിനെക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുട്ടി റെഡിയായിട്ട് അംഗൻവാടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യാൻ